നമസ്കാരം. ഡോക്ടർ അനീസ് ആലീസ് മൈൻഡ് വെൽനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ഡോക്ടർ അനീസ് അലി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സർ, ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ധാരാളം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് സ്മാർട്ട് ഫോൺ. ആ സ്മാർട്ട് ഫോണിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം മുഴുവനും. അപ്പോൾ നമ്മുടെ ഫോൺ അടുത്തില്ല എങ്കിൽ നമുക്കത് ടെൻഷനാവാം. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോണില്ലാണ്ട് നമ്മൾ എവിടെ പോവും വരും ഒക്കെ ചെയ്യും, ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫോണാണ്. ആ ഫോണില്ല എങ്കിൽ നമ്മൾ ഓടി വന്ന ഫോൺ എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് സമാധാനമാവുള്ളൂ. അത് മാത്രമല്ല, ഫോണിൻ്റെ ചാർജ് നമ്മളൊരു 50% താഴെ ആകുമ്പോഴേക്കും നമ്മൾ വറീഡാകും. അത് പോയി പെട്ടെന്ന് ചാർജ് ചെയ്യുക, ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്. പോരാത്തതിനത് എനിക്കും കൂടെ ഉണ്ട്. നമുക്ക് ഫോണില്ലാണ്ട് എനിക്ക് കഴിയില്ല. സാർ, ഇതിനെ നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? ഓക്കെ, ഇതിപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതിനാണ് നോമോഫോബിയ എന്ന് പറയാം. നോമോഫോബിയ അതായത് നമുക്ക് ഇപ്പോൾ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ മുന്നേ എപ്പിസോഡിലൊക്കെ പറഞ്ഞ മാതിരി, ഡിപ്പെൻഡൻസിനെ പറഞ്ഞ മാതിരി ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഡിപ്പെൻഡൻസി തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ വീട്ടിലെ നിങ്ങളെ ആൻറ്റിയുടെയും മമ്മിയുടെയും നിങ്ങളെ മറ്റുള്ള അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ നമ്പർ ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മുൻകാലത്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ലാൻഡ് ലൈനാണ് നമ്മൾ പറയും, നമ്മളെ വീട്ടിലെ തറവാട്ടിലെ നമ്പർ ഇതാണ്, ആൻറ്റിയുടെ വീട്ടിലെ നമ്പർ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫോണിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് നിങ്ങളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി ബോധേടല്ല. അപ്പോൾ നിങ്ങളത് ബൈഹാർട്ടാക്കി വെക്കണമെന്നൊന്നുമില്ല. ഫോണിലുണ്ടല്ലോ, നോക്കിയാൽ കിട്ടുമല്ലോ, അത് എടുത്തിട്ട് അങ്ങ് ഡയൽ ചെയ്താൽ മതി. ആൻറ്റി ഡയൽ ചെയ്താൽ മതി. അത് വോയിസ് റെക്കോർഡിലടക്കം പറയുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡയലിംഗ് ആണ്. അത്രയും ഡിപ്പെൻഡൻസി വരികയാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ മറുവശത്ത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഓർക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ ബാറ്ററി ചാർജിങ് ആണ്. ബാറ്ററി ചാർജിങ് തീർന്നു കഴിഞ്ഞാൽ അത് ഡെഡായി പോവും. അപ്പോൾ അതിന് കുത്താനുള്ള പവർ പോയിൻ്റ് ഉണ്ടാവണം, അതിന് പ്ലഗ് ഉണ്ടാവണം, അതിന് അഡോപ്റ്റർ ഉണ്ടാവണം, നമ്മൾ ചാർജർ എടുക്കണം. ചാർജർ ചിലപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ച് ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലവിടെ കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളൊരു പരിപാടിക്ക് അടിയന്തരമായിട്ട് ഇറങ്ങിയ സമയത്ത് എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി വീട്ടിൽ കയറേണ്ടി വരികയോ അല്ലെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാർജർ എടുക്കാൻ മറന്നു. അത് തന്നെ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ ആ ജേണിയിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവം ഒരു ചെറിയ സംഭവമാണ്, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഇനഫ് ചാർജ് നിങ്ങളുടെ ഫോണിലുണ്ട് എങ്കിൽ പോലും നിങ്ങളെ മനസ്സ് നിങ്ങളോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്, ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇത് ചാർജ് തീരുമോ, ചാർജ് തീർന്നാൽ പിന്നെ എന്താവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് കുറേ കിലോമീറ്റർ മാറിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ജോലി സംബന്ധമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളെ റീച്ചിലേക്ക് എത്താൻ അവിടെ ഫോണുണ്ട്, അവരുടെ അടുത്ത് ഫോണുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഓക്കെ ആണെന്നുള്ളത് മനസ്സിലെ കൺസെപ്റ്റ് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഫോൺ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫോണ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചിൻ്റെ ഫോണ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം മുതൽ ഡിസ്റ്റർബ്ഡാണ്. നിങ്ങൾ വിളിക്കൽ ചിലപ്പോൾ 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒരിക്കലായിരിക്കും വിളിക്കുന്നത്. ആ 3 ദിവസത്തിലൊരിക്കൽ വിളിക്കുന്ന ആളാണെങ്കിലും അവിടെ ഫോണ് കേടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ എനിക്കൊക്കെ സ്ഥിരം ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടെ നാട്ടിൽ എൻ്റെ ഫാദറിൻ്റെയോ എൻ്റെ വൈഫിൻ്റെയോ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫോണ് എന്തെങ്കിലും കേടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിരന്തരം അത് ശരിയാവുന്നവരെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. അത് വിളിച്ച് പറഞ്ഞോ ശരിയാക്കിയോ പറയുമ്പോൾ നമ്മൾ 1 ദിവസത്തിലോ 2 ദിവസത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുന്നതായിരിക്കും, കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. പക്ഷേ അതോടെ ഒരു ബ്ലോക്ക്, ഒരു ഒബ്സഷൻ ഉണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒന്ന് വിളിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ആ ചിന്ത വരുമ്പോഴാണ് ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അതിനോട് ഡിപ്പെൻഡൻസിയാണ് ഇപ്പോൾ നമുക്ക്. അപ്പോൾ ഈ ഫോണില്ലാതെ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ നമ്മൾ മറ്റുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിന് നമ്മൾ ത്വരിതപ്പെടുത്തി എടുക്കണം. നമ്മൾ സെൽഫ് മൈൻഡ്, കാരണം ചില കാര്യങ്ങളൊക്കെ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറെങ്കിലും എഴുതി വെച്ച് നിൻ്റെ ബാഗിൽ എവിടെയെങ്കിലും ഇട്ട് വെച്ച് നമ്മളെ വേണ്ടപ്പെട്ട ആളുകളിലേക്കൊക്കെ, ഇപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മൾ വളരെ കാര്യമൊക്കെ എടുക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കൊക്കെ ഒരു അസുഖം ഉള്ള ആളാണ്, എന്തെങ്കിലും പ്രഷറോ ഷുഗറോ ഒക്കെ കുറവുള്ള ആളാണ്, ഞാൻ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ സ്വാഭാവികം ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലൊക്കെ അത്യാവശ്യം ചില പ്രിക്കോഷൻസ് നമ്മൾ കരുതണം എന്നാണ് പറയാം. അപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗ്ലൂക്കോസ് എന്തെങ്കിലും കഴിക്കണം, ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ ചിലപ്പോൾ ആകെ നമ്മൾ പ്രശ്നങ്ങളെത്തും. അപ്പോൾ ആരും ഇല്ലാതെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ആരെയും ആ നാട്ടിലുള്ള ആളുകളാണ് കൂടിയിട്ട് എന്തെങ്കിലും തരുന്നത്, അത് ചിലപ്പോൾ നമുക്ക് എഗൻസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ നമ്പറുകളൊന്നും
ചിലപ്പോൾ ഫോണൊക്കെ ലോക്ക്ഡാണ്, എല്ലാവർക്കും ഡിജിറ്റൽ ലോക്കാണ് ഇപ്പോൾ, അവർക്കൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. എവിടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, ആ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ നമ്പർ കിട്ടേണ്ട. അപ്പോൾ അത്യാവശ്യം 1-2 കോൺടാക്ട്സ് നമ്പറുകളൊക്കെ ചിലപ്പോൾ നമ്മൾ എൻ്റെ ഫാദർ ആണെങ്കിലും വൈഫിൻ്റെ പേരാണെങ്കിലും ആരുടെങ്കിലും ഇപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെക്കെങ്കിലും വിളിക്കും, നിങ്ങൾക്ക് ഇന്നാൾ അറിയോ, ഈ കാറിൻ്റെ നമ്പർ നിങ്ങൾ ആരുടെങ്കിലും ആണോ, എൻ്റെ മകൻ്റെ ആണ്, ഓക്കെ എൻ്റെ ഭർത്താവിൻ്റെ ആണ്, ഓക്കെ എന്നാൽ ഇയാൾക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾ വരണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്പറൊക്കെ രജിസ്ട്രേഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ നിങ്ങളെ വണ്ടിയുടെ നമ്പർ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ആരുടെ പേരിലാണെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അതിനൊക്കെ കുറേ ടൈം എടുക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇനീഷ്യലി ചില കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം എപ്പോഴും നല്ലതാണ്. അതുപോലെ ഈ ഫോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ആദ്യമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷെ അത് ഇല്ലാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ഒരു യന്ത്രവൽക്കരിച്ചിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ തന്നെ അറിയാം, ചിലപ്പോൾ ഫോൺ സ്റ്റക്കായി ഹാങ് ആയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴും നമ്മൾ മൂഡ് ഔട്ടാണ്. ഈവൻ ബാങ്കിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ എനിക്കൊക്കെ 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബാങ്കിൽ പോകുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന റെസ്പോൺസ് സിസ്റ്റം ഡൗൺ ആണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും. കാരണം അവർക്ക് ഇതിലൊന്നും നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ എന്ത് നോക്കുമ്പോൾ സിസ്റ്റം ഡൗൺ ആണ്, സെർവർ ട്രബിളാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനോട് ഡിപ്പെൻഡൻ്റ് ആയി. പണ്ടൊക്കെ എല്ലാം രജിസ്റ്ററിലൊക്കെ മാർക്ക് ചെയ്യലായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോമോഫോബിയ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനിലേക്കൊന്നും എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അത് മാത്രമല്ല സാർ, ഇപ്പം നമ്മുടെ ജീവിത പങ്കാളികൾക്കിടയിലുള്ള ഒരു വില്ലനാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. നമ്മൾ ഫോണിന് പ്രയോറിറ്റി കൊടുക്കുക, നമ്മൾ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഈ കണ്ടീഷനാണ് നമ്മൾ ഫബിംഗ് എന്ന് പറയുന്നത്. ഫബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും കെയർ ചെയ്യണില്ല, ഒന്നിനും ബോധർ ചെയ്യണില്ല. ഇപ്പം നമ്മൾ ശരിക്കൊരു സ്ഥലകാല ബോധം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പരിധി വരെ ചില കാര്യങ്ങൾ സൂക്ഷിക്കും. ഇപ്പോൾ പലയിടത്തും പറയാറുണ്ട് ഫോൺ ഓഫാക്കി വരണം, പല സ്റ്റേജിലേക്ക് പല ഓഫീസിലേക്ക് വരുമ്പോൾ പറയും ഫോൺ ഓഫാക്കി വരണം. പല ഡിസിപ്ലിൻ, അവരുടെ ഡിസിപ്ലിൻ തന്നെ വ്യത്യാസമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഡിസ്റ്റർബ്ഡ് ആവും, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കും ഡിസ്റ്റർബ്ഡ് ആവും, നിങ്ങളും ഡിസ്റ്റർബ്ഡ് ആവും. ഫോണിന് നിങ്ങൾ നേരത്തെ കൊടുത്തൊരു മെസ്സേജിന് നിങ്ങൾ റിപ്ലൈ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങളെ മനസ്സിൽ അതിനിപ്പോൾ എന്താണ് അയാൾ പറഞ്ഞത് അത് കേൾക്കാനും നോക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മനസ്സ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പ്രവണതയാണ്. എന്തായാലും ഒപ്പോസിഷൻ സൈഡിലിരിക്കുന്ന ആൾക്കൊരു അത് ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തും. പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ പോകും. കോൺസെൻട്രേഷൻ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കണം അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് എത്താതെ. അപ്പോൾ ചില ആളുകൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണേ ഇല്ല. ഞാൻ നിങ്ങൾ എന്നോട് കാര്യമായിട്ട് എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്, ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഫോണിൽ നിൽക്കുമ്പോൾ എനിക്ക് ടോട്ടൽ ഡിസ്കംഫർട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് ചോദിച്ചില്ലെന്ന് വരും, പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഡ്രിസ്കംഫർട്ടാണ്. കാരണം എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഞാൻ ഈ ഫോണിൽ നോക്കി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ്. തൽക്കാലം ഒന്ന് മാറ്റി വെക്കലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ചില ആളുകൾ ബോധർ ചെയ്യാതെ ഈ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിലേക്ക് എത്താൻ പാടില്ല, അത് മാറ്റിയെടുക്കണം. അത് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരികയാണ് ഈ ഫോണിനെ. അപ്പോൾ ഈ ഫോൺ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചില സ്ഥലങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി വെക്കലേ നിവൃത്തിയുള്ളൂ. കാരണം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ആ 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഓൺ ആക്കുക. അല്ലെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ പല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മെമ്പറായിട്ടുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ അതൊരു ബീപ്പ് സൗണ്ട് കേട്ടാലും നിങ്ങളെ മൈൻഡ് അതിലേക്ക് പോകുന്നുണ്ട്. സംതിങ് ആ ബീപ്പ് സൗണ്ട് നിങ്ങൾക്കറിയാം അത് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജിൻ്റെതാണ്, അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഭാഗമാണ്, ഫേസ്ബുക്കിൽ എന്തോ മെസ്സേജ് വന്നതാണ്. അപ്പോൾ അത് നോക്കണം എന്നുള്ളൊരു ആദ്യം നിങ്ങളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ വീണ്ടും അതിലേക്ക് പോകും. പക്ഷേ നിങ്ങൾ ആ വേദി ചിലപ്പോൾ അതിന് പറ്റുന്നൊരു വേദി ആയിരിക്കണമെന്നില്ല. അപ്പം നോക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോഴും. നമ്മളിപ്പോൾ ലീഷറിന് പോവുകയാണെങ്കിൽ ഓക്കെ, ടു സെർട്ടൺ എക്സ്റ്റെൻറ്റ്. ഈവൻ ലീഷറിന് പോവുകയാണെങ്കിൽ വരെ കുട്ടികളാണെങ്കിൽ എല്ലാവരും പറയും, ഇപ്പോൾ എല്ലാവരും ഇതിമ്പോൾ ഫോണിൽ കളിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊന്ന് ഒഴിവാക്കൂ, അല്ലെങ്കിൽ മക്കളോട് വെച്ച് പറയും മക്കൾ അതൊന്ന് മാറ്റി വെക്ക് എന്ന് പറയും. കാരണം നമുക്ക് ആ ഫുൾ അവർ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മൾ തമാശ പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചിരിക്കുമ്പോഴല്ലേ അതിൽ രസമുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഫോണിൽ ഇരിക്കുക, ഒരു പാതി ഹാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കണ കൂടുതൽ ചിരിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് തോന്നില്ല. റിയലായി തോന്നാത്തതുകൊണ്ട് തന്നെ നമ്മൾ പറയാം ഒന്ന് മാറ്റി വെക്കുന്ന പറയും. അപ്പോൾ ഡിപ്പെൻസ് സിറ്റുവേഷൻ ഓരോന്നിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നമുക്കിതൊക്കെ വേണം. പക്ഷേ അത് അവസരോചിതമായിട്ട് ഉപയോഗപ്പെടുത്താൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം. നിങ്ങൾക്ക് ഇപ്പോൾ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, 100% ഞാനും അതിനെ അഗ്രി ചെയ്യുന്നു. പക്ഷേ അത് ചിലപ്പോൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും.
അത് നിങ്ങളെ കൊളീഗ്സിനോടാണെങ്കിലും നിങ്ങളെ പാരൻസിനോടാണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് വേണം പോകാൻ. ഞാൻ 2 മണിക്കൂർ ഓഫീസിലാണ്, അല്ലെങ്കിൽ ഞാൻ അഥവാ ഫോൺ എടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, ഞാൻ തിരിച്ച് വിളിക്കും നിങ്ങളെ എന്ന് പറയും. ഇപ്പം ഞാനൊക്കെ എൻ്റെ റൊട്ടീനായിട്ട് എൻ്റെ ഫാമിലിയോട് വളരെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. അഥവാ എൻ്റെ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ തിരിച്ച് വിളിക്കും. വീണ്ടും നിങ്ങൾ വിളിച്ച് ബേജാറാവണ്ട, കാരണം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആ സിറ്റുവേഷൻ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും, ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്ന് പറയും. അത് നമ്മൾ ആദ്യം പറഞ്ഞിടുമ്പോൾ അവർക്കൊരു ആൻസൈറ്റി, ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അവർ വീണ്ടും ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു, നിങ്ങൾ ഫോൺ റിങ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യണില്ല എന്നാണ്, ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളാണെച്ചെങ്കിൽ അവിടുന്ന് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ ആദ്യം നിങ്ങൾ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് എന്നിട്ട് എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഉണ്ട്, എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ, ഐ വിൽ കോൾ യു ബാക്ക് വൺസ് ഐ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ക്ലിയർ. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മളെ മനസ്സിനെ ത്വരിതപ്പെടുത്തി കൊണ്ടുവരണം. അങ്ങനെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതില്ലെങ്കിൽ നമ്മൾ എടുത്തു ചാടി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾ എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും എത്ര ന്യായീകരണം കൊടുത്താലും മറ്റുള്ള ഓപ്പോസിഷൻ ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇതൊക്കെ പ്രവൃത്തികളിലൂടെ നമ്മളിലേക്ക് വരികയും അതിന് പിന്നെ ഡിപ്പെൻഡൻ്റായി മാറുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ്. എല്ലാം മിഷനറി സാധനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരവസ്ഥ വരരുത്. ഒരു മാനുവലായിട്ട് ചെയ്യേണ്ടി വന്നാലും നമുക്കത് ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ സ്ഥിരം സംഭവിക്കുന്നൊരു പ്രശ്നമാണ് ഈ സ്പീച്ചിന് വിളിക്കുമ്പോൾ. നമ്മൾ പല സയൻറ്റിഫിക് പ്രോഗ്രാമിന് CME കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ പോകുമ്പോൾ സ്പീക്കറായിട്ടൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്യും. ആ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് 10-20 സ്ലൈഡൊക്കെ ആ ഈച്ച് സ്ലൈഡിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, ലാപ്ടോപ്പിന് കേട്, പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആകെ സെഷൻ തന്നെ ക്യാൻസലാക്കുന്ന അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അന്നത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ട് ബേസിക്കായിട്ടൊരു ഐഡിയ എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ശരിക്കും ഒന്ന് നമ്മളൊന്ന് കോൺക്രീറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ വന്ന ക്രൗഡിനെ മൂഡ് ഔട്ടാക്കി നമ്മൾ ഒന്നും പറയാൻ പറ്റണില്ല എന്നുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, അവർക്കും അറിയാം ഇപ്പോൾ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല ഡ്യൂ ടു സം മെഷീനറി ഡിഫക്ട്സ് കാരണം അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ അല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ആ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ജനറലി എക്സ്പ്ലെയിൻ ചെയ്യും, ഇതിങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ്. അതും സാധിക്കാതെ ഫുള്ള് ഞാൻ അതിനെ മാത്രം കണക്കാക്കി പോവുകയാണെങ്കിൽ എനിക്കന്ന് സെഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഈ വന്ന ആളുകളൊക്കെ വെറുതെ വന്ന മാതിരിയായി പോകും, അവർക്ക് ശരിക്കും ഒരു ബാഡ് ഇമ്പ്രഷൻ. അപ്പോൾ അങ്ങനെ ആവരുത്, ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആവരുത്. കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വയം കുറച്ച് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു അവെയർ ആവുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രാപ്തരാകുകയും ചെയ്യണം. താങ്ക് യു ഡോക്ടർ. നോമോഫോബിയ, ഫബ്ബിംഗ്, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.